Before the throne of God above, I have a strong, a perfect plea, a great high priest whose name is love, whoever lives and pleads for me. My name is graven on his hands, my name is written on his heart. I know that while in heaven he stands, no tongue can bid me thence depart. No tongue can bid me thence depart. When Satan tempts me to despair and tells me all the guilt within, upward I look and see him there, who made an end of all my sin. Because the sinless Savior died, my sinful soul is counted free. For God the just is satisfied to look on him and pardon me. To look on him and pardon me. Behold him there, the risen Lamb, my perfect spotless righteousness, the great unchangeable I am, the King of glory and of grace. One with himself I cannot die, my soul is purchased by his blood, my life is earned with Christ on high, with Christ my Savior and my God, with Christ my Savior and my God. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. Christ has made us free. So now make sure that you stay free and don't get all tied up again in the chains of slavery. Galatians chapter 5 verse 1. Dear sisters and brothers, യേശുക്രിസ്തു പറയുന്നു, ഞാൻ പറയുന്നതൊക്കെയും കേട്ടനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ സത്യം മനസ്സിലാക്കും. സത്യം എന്താണ് എന്നതിനേക്കാൾ സത്യം ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്ന്. I am the way, I am the truth and I am the life. ഇന്നത്തെ സുവിശേഷ വായനാ ഭാഗത്താണ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നത്. The Gospel according to St. John chapter 8 verses 31 to 36. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ യേശുവിനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് അവർ യേശുവിനോട് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ എന്ന് ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രനെ കുറിച്ചാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു, അതായത് യേശുക്രിസ്തു തന്നെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്.
ഇവിടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യേശു ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾ ദാസന്മാരാണ്, യു ആർ നൗ സ്ലേവ്സ് ഓഫ് സിൻ. എന്നാൽ പുത്രത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ പാപത്തിൻ്റെ ദാസ്യത്വം, ആ അടിമത്വം, ആ സ്ലേവറി ഉപേക്ഷിക്കണം. കാരണം ദാസന്മാരായിരിക്കുന്നിടത്തോളം അഥവാ അടിമകളായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ദൈവഭവനത്തിൽ എന്നേക്കും വസിക്കുവാൻ സാധിക്കില്ല. അതേസമയം ദൈവഭവനത്തിൽ എന്നേക്കും വസിക്കുവാൻ കഴിയുന്നത് പുത്രന്മാർക്കാണ്. ഇത് കൂടുതൽ മനസ്സിലാകുവാൻ നമുക്ക് ആ വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. Jesus said to them, "You are truly my disciples if you live as I tell you to. And you will know the truth, and the truth will set you free." "But we are descendants of Abraham," they said, "and have never been slaves to any man on earth. What do you mean, set free?" Jesus replied, "You are slaves of sin, every one of you. And slaves don't have rights, but the Son has every right there is. So, if the Son sets you free, you will indeed be free." Slaves don't have rights. You are slaves of sin, every one of you. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് സ്ലേവ്സ് എന്ന സ്റ്റേറ്റസ് ആണ്. പാപത്തിൻ്റെ ദാസ്യത്തിലായി, പാപത്തിന് അടിമകളായി, അടിമകൾ എന്ന പേരിലാണ് നിങ്ങളിപ്പോൾ അറിയപ്പെടുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ദൈവമക്കൾ എന്ന പദവിയിലേക്ക്, ആ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. എങ്ങനെയാണ് അവർ പുത്രത്വത്തിന് അർഹരാകുക? വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നതാണ് ദൈവമക്കൾ എന്ന പദവി. അവർ പുത്രത്വത്തിന് അർഹരാകുന്നു, സൺഷിപ്പ്. They are now children of God, sons and daughters of God. Children have a right to partake of their inheritance. Children have the full access to the inheritance. ഇത് തന്നെയാണ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 17-ലും നാം കാണുന്നത്. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. If we are children, then we are heirs, heirs of God and co-heirs with Jesus Christ. If we indeed share in his suffering, that we may also share in his glory. പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നമുക്ക് അഥവാ ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന അവകാശമാണ്, ആ ഇൻഹെറിറ്റൻസ് ആണ് ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകുക എന്നുള്ളത്. ടു ഷെയർ ഇൻ ഹിസ് ഗ്ലോറി. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ഇഫ് വി ഇൻഡീഡ് സഫർ വിത്ത് ഹിം, ദാറ്റ് വി മേ ഓൾസോ ബി ഗ്ലോറിഫൈഡ് ടുഗെദർ. നാം ഓരോരുത്തരും അവനവൻ്റെ കുരിശ് ചുമക്കണം. ഈ ലോക ജീവിതത്തിൽ നീതിയുടെ മാർഗത്തിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ, യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നടക്കണമെങ്കിൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നാം അനുവർത്തിച്ചു പോരുന്ന പല തിന്മപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും.
ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിൽ നിന്നെല്ലാം നമുക്ക് വേർപാടനുഷ്ഠിക്കേണ്ടതായി വരും. ഈ ലോകത്തിന് അനുരൂപരാകുവാൻ നമുക്ക് സാധ്യമാകാതെ വരും. അത് വളരെ പ്രയാസമുള്ള, വളരെ വേദനാജനകമായ കാര്യമാണ്. അങ്ങനെ ആ കഷ്ടത നാം സഹിക്കുമ്പോൾ, ആ കുരിശ് വഹിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ലൈഫ് ആൻഡ് ട്രൂ ഫ്രീഡം ആർ ഫൗണ്ട് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് വേർഡ്സ്. നിങ്ങൾ ജീവിതം യേശുവിന് സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് യേശു സ്വാതന്ത്ര്യം നൽകും. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസന്മാർ. പാപമെന്നത് അടിമത്തമാകുന്നു. അത് അടിമത്തമുണ്ടാക്കുന്നതാണ്. മനുഷ്യനെ പാപം അടിമയാക്കുന്നു. അവന് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിവില്ലാത്തവനായി മാറുന്നു. യേശു ക്രിസ്തുവാണ് പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. യേശു ക്രിസ്തുവിനെ ആര് വിശ്വസിക്കുന്നുവോ അവന് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. മർദ്ദിതരുടെയും പീഡിതരുടെയും സങ്കടവും നിലവിളിയും കേട്ട് അവരുടെ കഷ്ടത്തിൽ നിന്ന് അവരെ വിടുവിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി നമുക്ക് അടുത്തതായി പഠിക്കാം പഴയ നിയമത്തിൽ നിന്നും. ഈജിപ്തിലെ ഫറവോൻ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്നും തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ മോശയെ ദൈവം നിയോഗിക്കുന്ന സംഭവമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 7-14. യഹോവ അരുളി ചെയ്തത്: ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ രാജാവിൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ? അതിന് ദൈവം: ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്: ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്: ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ കാണുന്നത്. പരമാധികാരിയായ ഒരു ദൈവം, സോവറൻ ഗോഡ്, ഈജിപ്തിലെ ഫറവോൻ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ഞാൻ എന്തുമാത്രമുള്ളൂ? ഞാൻ ഒന്നുമില്ല കർത്താവേ, എനിക്കതിന് കഴിവില്ല, ഞാൻ ബലഹീനനാണ്, എനിക്കതിന് പ്രാപ്തിയില്ല, ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു മോശയുടെ മുമ്പിലാണ് ഞാൻ പരമാധികാരിയാണ്, ഞാൻ സർവശക്തനാണ്, ഞാൻ എന്നുമുള്ളവനാണ്, ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു ദൈവത്തെ കാണുന്നത്. ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവം തൻ്റെ പേരങ്ങനെ വെളിപ്പെടുത്തുന്നു എങ്കിലും അത് പേരാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ദൈവത്തിന് നമ്മെപ്പോലെ ഒരു പേര് കൊടുക്കുവാൻ നമുക്ക് കഴിവില്ല.
ദൈവവും അത് പറയുന്നില്ല. ദൈവം മോശയോട് പറയുന്നത് ഞാനാകുന്നു. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും എല്ലാ വിഷയത്തിലും എന്നും പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം ഉള്ളവനാണ് ഞാൻ. എന്നുമുള്ളവനാണ്. ഐ ആം ആക്റ്റീവ്ലി പ്രസൻറ്റ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഐ ആം ഹൂ ഐ ആം, അല്ലെങ്കിൽ ഐ ആം ദാറ്റ് ഐ ആം. എഹേ ആഷേർ എഹേ എന്നാണ് ഹീബ്രുവിൽ അത് പറയുന്നത്. ഞാൻ നിത്യനാണ്, എന്നുമുള്ളവനാണ്, നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് മോശയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, പരമാധികാരിയായ ഒരു ദൈവത്തിന് മാത്രമേ മനുഷ്യകുലത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ആ ദൈവം കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. കാരണം ആ ദൈവത്തിന് മാത്രമേ അടിച്ചമർത്തപ്പെട്ടവൻ്റെ, നിശബ്ദനാക്കപ്പെട്ടവൻ്റെ, ബലഹീനൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ അവസ്ഥ അവനായിരിക്കുന്ന അവസ്ഥയിൽ അതേപോലെ മനസ്സിലാക്കുവാൻ കഴിവുള്ളൂ. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടിയായ മനുഷ്യനാണ് അവൻ ഏറ്റവും വലുത്. തന്നെ അന്വേഷിക്കുന്നവർക്ക്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തും. അവൻ കാലാതീതനായ ദൈവമാണ്. അവൻ്റെ മുമ്പിൽ എല്ലാം വർത്തമാനകാലം പോലെയാണ്. അതുകൊണ്ടാണ് ദൈവം മോശയോട് പറഞ്ഞത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ഐ ആം ഹൂ ഐ ആം. ഞാൻ ആകുന്നവൻ ആകുന്നു. ഐ ആം ആക്റ്റീവ്ലി പ്രസൻറ്റ് ഇൻ യുവർ എവറി സിറ്റുവേഷൻ. എക്കാലവും എന്നുമുള്ളവനാണ് ആ ദൈവം. എഹേ ആഷേർ എഹേ. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം കാണുന്ന ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമങ്ങൾ എല്ലാം തന്നെ ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ്. തങ്ങളുടെ രോഗങ്ങളിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവനവരെ സൗഖ്യമാക്കി. അപ്പോൾ അവർ ദൈവത്തിന് കൊടുത്ത പേരാണ് ജഹോവ റാഫ. യു ആർ അവർ ഹീലർ. നീ ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതുപോലെ അവർ ശത്രുക്കളോട് യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ മുമ്പിൽ കൊടിയായി, ദൈവമേ നീ വരണമേ, നീയാണ് ഞങ്ങളുടെ കൊടി, യു ആർ അവർ ബാനർ. അവർ വിളിച്ചു യഹോവ നിസ്സി. അവരുടെ ഭാഷയിലാണ് അവർ പറയുന്നത്, യഹോവ നിസ്സി. നീ ഞങ്ങളുടെ ഇടയനാണ്, യഹോവ റോഹി. നീ ഞങ്ങളുടെ നീതിയാണ്, യഹോവ സിഡ്കേനു. നീ ഞങ്ങളുടെ സമാധാനമാണ്, യഹോവ ഷാലോം. നീ ഞങ്ങൾക്ക് എല്ലാം തരുന്നവനാണ്, യു ആർ അവർ പ്രൊവൈഡർ, യഹോവ ജൈറ. അങ്ങനെ ദൈവത്തിന് അവർ കൊടുക്കുന്ന നാമങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ദൈവം ഏതെങ്കിലും ഒരു നാമത്തിൽ, നമുക്കുള്ളതുപോലെ ഏതെങ്കിലും ഒരു നാമത്തിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനല്ല. അങ്ങനെ ഒരു നാമം ദൈവത്തിന് ചേരില്ല. അവൻ എന്നുമുള്ളവനാണ്. ദൈവം പറഞ്ഞതാണത്. ഐ ആം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, കാലാതീതനായ ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം, അതായത് ക്രിസ്തുവിനും മുമ്പ് 13ാം നൂറ്റാണ്ടിൽ 13th century BCE, അന്ന് നടന്ന ഈ എക്സോഡസ്, അതിന് ഇക്കാലത്തെ പ്രസക്തി എന്താണ്? ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണോ? നാം സ്വതന്ത്രരല്ലേ?
നാം സ്വതന്ത്രരല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപമാണ് നമ്മെ അടിമത്തത്തിൽ കൊണ്ടുപോകുന്നത്. ഇന്നും ഇക്കാലത്തും ഈ നിമിഷവും ഓരോ ഭവനങ്ങളിലും, ഓരോ സ്ഥാപനങ്ങളിലും, ജോലിസ്ഥലത്താകട്ടെ, മനുഷ്യർ കൂടുന്ന ഏത് ചുറ്റുപാടുകളിലും ബലവാനായവൻ ബലഹീനനെ ഉപദ്രവിക്കും, അടിമപ്പെടുത്തും, കഷ്ടത്തിലാക്കും, പീഡിപ്പിക്കും, അവനെ നിശബ്ദനാക്കും, അവനെ മാറ്റി നിർത്തും. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം അവന് മോചനം വേണം, സ്വാതന്ത്ര്യം വേണം. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത് ചെയ്യുന്നത്? നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ മനുഷ്യൻ മറ്റു മനുഷ്യനെ അടിമത്വത്തിലാക്കുകയാണ് ഈ രീതിയിൽ. ആ അടിമത്വത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനാണ്, നമുക്ക് സ്വാതന്ത്ര്യം തരുവാനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആരെങ്കിലും ഈ യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യമാണ്, ആ പാപത്തിൽ നിന്നുള്ള ആ വിടുതലാണ്, ആ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, സ്വാതന്ത്ര്യം നേടുവാൻ മനുഷ്യജാതി പല കാര്യങ്ങളും ചെയ്തിരുന്നു. വിവിധങ്ങളായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്രിയകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ബലികൾ, കർമ്മങ്ങൾ ഇവയെല്ലാം ചെയ്തിരുന്നു. ഇസ്രായേൽ ജനത്തിനും അവർ പിന്തുടരേണ്ടതിന്, അനുഷ്ഠിക്കേണ്ടതിന് കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നിയമങ്ങളും എല്ലാം അടങ്ങിയ ന്യായപ്രമാണം ദൈവം നൽകിയിരുന്നു. സീനായ പർവ്വതത്തിൽ വെച്ചാണ് മോശയ്ക്ക് ദൈവം ഇത് കൈമാറിയത്. അതുകൊണ്ട് ജനം ഇതിനെ മോശയുടെ പ്രമാണം അല്ലെങ്കിൽ മോസേക്ക് ലോ എന്നും വിളിച്ചിരുന്നു. ഈ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ഈ ജനം നടക്കണമായിരുന്നു. പക്ഷേ ജനം എത്രമാത്രം ശ്രമിച്ചിട്ടും അതിൻ്റെ പെർഫെക്ഷനിലേക്ക് വരുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത് അനുഷ്ഠിക്കുമ്പോഴെല്ലാം, ഈ കർമാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുമ്പോഴും അവർ തോൽക്കുകയായിരുന്നു. എല്ലായിടത്തും അവർക്ക് തോൽവി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ദൈവത്തിൻ്റെ നിയമങ്ങൾ ഒരു മനുഷ്യന് അതിൻ്റെ പരിപൂർണതയിൽ അനുഷ്ഠിക്കുവാൻ, അനുവർത്തിക്കുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ അങ്ങനെ അനുഷ്ഠിച്ച് ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യൻ അശക്തനാണ്. അതിനാൽ സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് യേശുക്രിസ്തുവിൽ നമുക്ക് വേണ്ടി, മനുഷ്യജാതിക്ക് വേണ്ടി ഈ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അടങ്ങുന്ന ന്യായപ്രമാണം നിവർത്തിച്ചു. പാപമില്ലാത്തവനായ ആ ദൈവകുഞ്ഞാട് മാനവജാതിയുടെ പാപമെല്ലാം സ്വയം ഏറ്റെടുത്ത് കുരിശിൽ ബലിയായി മാറി. ഈ യേശുക്രിസ്തുവിനെ ആര് കൈക്കൊള്ളുന്നുവോ അവർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിമുക്തരാണ്. അവർക്ക് പാപമോചനവും ദൈവമക്കൾ എന്ന പദവിയും നിത്യജീവനും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും ലഭിക്കുന്നു. യേശുക്രിസ്തുവാണ് ഇത് പറഞ്ഞത്, എന്നെ കൈക്കൊള്ളുവീൻ. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അതെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നതിന് അതൊന്നും പര്യാപ്തമല്ല. അവിടെയെല്ലാം നിങ്ങൾ തോൽക്കുകയാണ്.
യേശുക്രിസ്തുവിനെ അനുഗമിച്ച ജനം എങ്ങനെയാണ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇക്കാര്യത്തെ മനസ്സിലാക്കുന്നത് എന്ന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരെ പഠിപ്പിക്കുന്നതാണ് അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത്. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 15 to 23. നമുക്ക് വായിക്കാം. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഒരു നാളും അരുത്. ദൈവത്തിൻ്റെ മഹാവലിയ കൃപയാലാണ് നാം പാപത്തിൽ നിന്ന് വിമുക്തരായത്. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ചത് ദൈവത്തിൻ്റെ മഹാവലിയ സ്നേഹമാണ്. കൃപയാലാണ് നമുക്കിതെല്ലാം സാധിക്കുന്നത്. ആ കൃപയെ നിങ്ങൾ അന്വർത്ഥമാക്കുകയാണോ? എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം വീണ്ടും പാപം ചെയ്യുകയെന്നോ? പൗലോസ്ലീഹ പറയുകയാണ്, ഒരു നാളും അരുത്, നിങ്ങൾ ചെയ്യരുത്. ഇത് പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല. യേശുക്രിസ്തു മാനവജാതിയുടെ പാപമെല്ലാം ഏറ്റെടുത്തു, അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട് എന്ന് പറയുന്നത് വീണ്ടും പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല. ഫ്രീഡം ഫ്രം സിൻ ഡസ് നോട്ട് മീൻ വി ആർ ഫ്രീ ടു സിൻ. പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾ ആരെയാണോ അനുസരിക്കുന്നത് അവർക്ക് നിങ്ങൾ ദാസന്മാരായി തീരും. നിങ്ങൾ പാപമാണോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പാപത്തിന് ദാസന്മാരായി തീരും. അതായത് പാപം നിങ്ങളെ അടിമകളാക്കും. എന്നാൽ നീതിക്കും, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്ന നന്മയ്ക്ക്, അതിനെ നിങ്ങൾ അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ, യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകളെ ആചരിച്ചാൽ നിങ്ങൾ യേശുക്രിസ്തുവിന് ദാസന്മാരായി മാറും. അതായത് നീതിക്കും സത്യത്തിനും സ്നേഹത്തിനും എല്ലാം നിങ്ങൾ പാത്രീഭൂതരാകും. അവിടെയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത്. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായി? അന്ന് നിങ്ങൾക്ക് നീതിയില്ലായിരുന്നു. അതായത് ദൈവനീതി നിങ്ങളിൽ വന്നിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ നടന്നത് അത് നിങ്ങൾ പുറമോട്ടൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനം എന്തായിരുന്നു? മരണം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അടിമകൾ ഉടയവർ
സ്ലേവ്സ് ആൻഡ് മാസ്റ്റേഴ്സ്. ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയിലുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു, സത്യം തന്നെ. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്രൂശിൽ ചുമന്നൊഴിച്ചു. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി. അത് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് വീണ്ടും പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആണോ? ഒരിക്കലുമല്ല. നിങ്ങൾ അങ്ങനെ ധരിച്ചുകൂടാ. പൗലോസ്ലീഹ പറയുന്നു, ഡസ് ദിസ് മീൻ ദാറ്റ് നൗ വി ക്യാൻ ഗോ അഹെഡ് ആൻഡ് സിൻ ആൻഡ് നോട്ട് വറി അബൌട്ട് ഇറ്റ്? ഓഫ് കോഴ്സ് നോട്ട്. ഡോണ്ട് യു റിയലൈസ് ദാറ്റ് you can choose your own master? You can choose sin or else obedience to Christ. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ഏത് വഴിയും തിരഞ്ഞെടുക്കാം. അത് ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ദാനമാണ്, നന്മയാണ്. നാം പാവകളല്ല. പാവകളായിട്ടല്ല ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കുവാനുള്ള ആ വിവേചനാ ശക്തി നമുക്ക് തന്നിരിക്കുകയാണ്, ഫ്രീ വിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നന്മ ചൂസ് ചെയ്യണോ? അത് ചൂസ് ചെയ്യാം. പിശാചിൻ്റെ വഴിയെ പോണോ? പാപത്തിലേക്ക് പതിക്കണോ? അത് നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്, don't you realize that you can choose your own master? You can choose sin or else obedience to Christ. The one to whom you offer yourself, he will take you and be your master, and you will be his slave. നിങ്ങൾ ആരെയാണോ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ പാപത്തെയാണോ ചൂസ് ചെയ്യുന്നത്, ആ പാപം നിങ്ങളുടെ മാസ്റ്ററായി കഴിഞ്ഞു, യജമാനനായി കഴിഞ്ഞു. പാപം നിങ്ങളെ അടിമയാക്കും. Thank God that though you once chose to be slaves of sin, now you have obeyed with all your heart the teaching to which God has commanded you. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമയായിരുന്നു. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ആ പാപമെല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. And now you are free from your old master sin, and you have become slaves to your new master righteousness. ഈ പുതിയ യജമാനനെ ഇവിടെ റൈച്ചസ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈച്ചസ്നെസ് എന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ നമ്മുടെ നീതി. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ സാധിക്കുന്നു. I speak this way using the illustration of slaves and masters because it is easy to understand. Just as you used to be slaves to all kinds of sin, so now you must let yourselves to be slaves to all that is right and holy. നിങ്ങളിപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണോ ശരിയായിട്ടുള്ളതും പരിപാവനവുമായിട്ടുള്ളത്, അതിനാണ് ഇപ്പോൾ അടിമകളായിരിക്കുന്നത്. അതാണ് നല്ലത്. You must let yourselves be slaves to all that is right and holy. In those days, പണ്ട് കാലത്ത്, അതായത് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിന് മുമ്പ്, when you were slaves of sin, you didn't bother much with goodness. ഗുഡ്നെസ് എന്താണെന്ന് ഒരു ലക്ഷ്യവും നിങ്ങൾക്കില്ലായിരുന്നു. കാരണം നിങ്ങൾ പാപത്തിന് അന്ന് അടിമകളായിരുന്നു. ആൻഡ് വാട്ട് വാസ് ദ റിസൾട്ട്? എവിഡൻലി നോട്ട് ഗുഡ്. അന്ന് അതിൻ്റെ ഫലം എന്തായിരുന്നു? നല്ല ഫലമൊന്നുമല്ലായിരുന്നു. ആർക്കും കേൾക്കുവാൻ കൊള്ളാത്ത, വിചാരിക്കുവാൻ പോലും ലജ്ജ തോന്നുന്ന കാര്യങ്ങളായിരുന്നു അന്ന് നിങ്ങൾ ചെയ്തിരുന്നത്. അതിൻ്റെ ഫലവും എന്തായിരുന്നു? ഇറ്റേണൽ ഡൂം. ബട്ട് നൗ യു ആർ ഫ്രീ ഫ്രം ദ പവർ ഓഫ് സിൻ.
and are slaves of God and His benefits. His benefits to you include holiness and everlasting life. വിശുദ്ധിയും നിത്യജീവനുമാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫലം. For the wages of sin is death, but the free gift of God is eternal life through Jesus Christ our Lord. We gave Jesus dominion over our lives. We are His slaves, born servants. ഇവിടെ വേഴ്സ് 15 പറഞ്ഞതുപോലെ we should not keep sinning. We should not continue to lead sinful lives. Instead, we should live as if righteousness is our master. അതാണ് വേഴ്സ് 15 നാം പഠിച്ചത്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ, സ്വാതന്ത്ര്യം പ്രാപിച്ചവർ തങ്ങൾക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ പരിരക്ഷിക്കണമെന്ന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയിലുള്ള ജനങ്ങളെ പ്രബോധിപ്പിക്കുന്ന വചനപാഠമാണ് അവസാനമായി നമുക്ക് പഠിക്കുവാനുള്ളത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 1-14. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യയിലെ സഭയിലുള്ള ആൾക്കാരോട് പൗലോസ് ഇത് പറയുവാൻ കാരണം അവരിൽ പലരും യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടും പണ്ടവർ ചെയ്തു പോന്നിരുന്ന പല ആചാര മര്യാദകളും അനുഷ്ഠാനങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവരെ ശാസിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ. ഇത് ഇന്ന് അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോടുമുള്ള ഒരു താക്കീതാണ്. ഇന്ന് പല സഭകളിലും പലതരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ജനങ്ങൾ ചെയ്യുന്നു. അവരുടെ വിചാരം ഇതുകൂടെ ചെയ്യുന്നത് തങ്ങളുടെ രക്ഷയ്ക്ക് ഉതകും എന്നുള്ളതാണ്. യേശുക്രിസ്തു കാൽവറിയിൽ ചെയ്ത ആ ബലിയുടെ പരിപൂർണത അവർ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം തോറ്റിടത്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി വന്ന് നാം ചെയ്യേണ്ടിയിരുന്നതെല്ലാം സ്വയം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ഹോമബലിയായി മാറിയത്. അതിനാൽ ഇനി ആവക കാര്യങ്ങളൊന്നും, അതായത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നാം എന്തൊക്കെയാണോ അനുവർത്തിച്ചു പോരുന്നത്, കർമാദികൾ, അതൊന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇനി ചെയ്യേണ്ടതായ കാര്യമില്ല. ഈ വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ നമുക്കും നൽകുന്ന താക്കീതാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ സഭയിലുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. അവരെ പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത് നിങ്ങളെ കലക്കുന്നവർ എന്നാണ്. നിങ്ങളെ കലക്കുന്നവർ ആരായിരുന്നാലും അവർ ശിക്ഷാവിധി ചുമക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാം. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. പണ്ടവർ സർക്കംസിഷൻ ചെയ്തിരുന്നു. അത് ദൈവം അവർക്ക് കൊടുത്ത ഒരു അടയാളമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു വന്നതിന് ശേഷം ദൈവത്തെ പ്രാപിക്കുവാൻ ഇങ്ങനെയുള്ള കർമാദികളൊന്നും പര്യാപ്തമല്ല. അത് മനസ്സിലാക്കണം. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു എങ്കിൽ
യേശുക്രിസ്തുവിന് മുമ്പ് ദൈവം സീനായി മലയിൽ മോശയെ ഏൽപ്പിച്ച ആ ന്യായപ്രമാണത്തിലെ സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളതിൽ തോറ്റവരാണ്. അത് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഒരു കാര്യം മാത്രമായിട്ട് ചെയ്യുന്നത്? അത് മുഴുവനും നിങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ രക്ഷിച്ചത്, അവൻ്റെ മഹാവലിയ കരുണ. നിങ്ങൾ വീണ്ടും പണ്ടത്തെ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശാ നിവർത്തിയെ ആത്മാവിൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദനയെപ്പറ്റി പ്രസംഗിക്കുന്നു എന്നുവരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? ഇതിനെതിരായിട്ട് പൗലോസ്ലീഹ പ്രസംഗിച്ചത് കൊണ്ടാണ് പൗലോസ്ലീഹായ്ക്ക് തൻ്റെ മിഷനറി യാത്രയിൽ അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയിൽ അനവധിയായ കഷ്ടങ്ങളും പ്രയാസങ്ങളും പീഡകളും എല്ലാം നേരിടേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആ മഹാസ്നേഹം നമ്മെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വക പണ്ട് നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുക. നമുക്ക് ആ വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. So Christ has made us free. Now make sure that you stay free and don't get all tied up again in the chains of slavery to Jewish laws and ceremonies. Listen to me, for this is serious. If you are counting on circumcision and keeping the Jewish laws to make you right with God, then Christ cannot save you. ഈ ഭാഗം കൂടി ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. എങ്ങനെ നിങ്ങൾ ചെയ്താൽ? If you are counting on circumcision and keeping the Jewish laws to make you right with God, then Christ cannot save you. I will say it again. Anyone trying to find favor with God by being circumcised must always obey every other Jewish law or perish. ഒരു കാര്യം മാത്രമല്ല, ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളവൻ ചെയ്യണം. Christ is useless to you if you are counting on clearing your debt to God by keeping those laws. You are lost from God's grace. ദൈവത്തിൻ്റെ കൃപയാണ് ഇക്കാലത്ത് മുഴച്ചു നിൽക്കുന്നത്. ഇത് കൃപായുഗമാണ്. അവൻ്റെ കരുണയിലേക്ക്, അവൻ്റെ കൃപയിലേക്ക്
കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുക. But we, by the help of the Holy Spirit, are counting on Christ's death to clear away our sins and make us right with God. അതാണ് വേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ അതാണ് പ്രസംഗിക്കുന്നതും അത് ചെയ്യുവാനാണ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും. And we to whom Christ has given eternal life don't need to worry about whether we have been circumcised or not, or whether we are obeying the Jewish ceremonies or not. For all we need is faith working through love. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. All we need is faith working through love. You are getting along so well. Who has interfered with you to hold you back from following the truth? It certainly is in God who has done it. For He is the one who has called you to freedom in Christ. ഇത് നിങ്ങളെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും ദൈവമല്ല. കാരണം He has called you to freedom in Christ. ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. But it takes only one wrong person among you to infect all the others. ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഇത് ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്ത് കാണിക്കും, അത് കണ്ട് ബാക്കിയുള്ളവരെല്ലാം ഫോളോ ചെയ്യും. എല്ലായിടത്തും നടക്കുന്നത് ഇതാണ്. അവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെയാണ് അതവർ വിചാരിക്കും. Verse 10, I am trusting the Lord to bring you back to believing as I do about these things. God will deal with that person, whoever he is, who has been troubling and confusing you. ഇങ്ങനെയുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കുകയാണ്, നിങ്ങളെ കൺഫ്യൂഷനിലാക്കുകയാണ്. Some people even say that I myself am preaching that circumcision and Jewish laws are necessary to the plan of salvation. Well, if I preach that, I would be persecuted no more, for that message doesn't offend anyone. The fact that I am still being persecuted proves that I am still preaching salvation through faith in the cross of Christ alone. നിങ്ങളിൽ ചിലരൊക്കെ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ സർക്കംസിഷനും ജൂവിഷ് ലോസും ഒക്കെ അനുസരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതൊക്കെ ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു എന്ന്. അതൊക്കെ തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നുണയാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ഏൽക്കുന്ന കഷ്ടതകളൊക്കെ എന്താണ്? നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും ദൈവത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം ചെയ്യേണ്ടതായിട്ടില്ല എന്ന് ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പെർസിക്യൂഷൻസൊക്കെ സഹിക്കുന്നത്. ഞാൻ സഹിക്കുന്ന ഈ ഉപദ്രവങ്ങളൊക്കെയും അതിന് സാക്ഷിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. Verse 12, I only wish these teachers who want you to cut yourselves by being circumcised would cut themselves off from you and leave you alone. അവർ തങ്ങളെ തന്നെ മുറിക്കുന്നവരായി മാറണം എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പരിച്ഛേദന ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ തന്നെ അങ്ങ് തന്നെത്താൻ മുറിയപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. Verse 12 ഒന്നുകൂടെ വായിക്കാം. I only wish these teachers who want you to cut yourself by being circumcised would cut themselves off from you and leave you alone. Verse 13, for dear brothers, you have been given freedom, not freedom to do wrong, but freedom to love and serve each other. For the whole law can be summed up in this one command. ഇതാണ് യൂണിവേഴ്സൽ ലോ. വൺ വേൾഡ് ലോ ആണ് സ്നേഹം.
ലവ് അതേഴ്സ് ആസ് യു ലവ് യുവർ സെൽഫ്. പ്രിയ സഹോദരങ്ങളെ, കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.